ഏതായാലും മറ്റ് സ്ഥാനാർത്ഥികളുടെ ഒരു പട്ടിക കൂടി വന്നതിന് ശേഷം മാത്രമേ ഏത് തരത്തിൽ ഒരു മത്സരം ഓരോ മണ്ഡലങ്ങളിലും നടക്കൂ എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥികളൊക്കെ തന്നെ വലിയ പേരുള്ളവരാണ്. അതോടൊപ്പം തന്നെ പ്രതിച്ഛായ അല്ലെങ്കിൽ വലിയ CPM-ന്റെ തന്നെ ഒരു ജനകീയ മുഖമായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് എല്ലാ മണ്ഡലങ്ങളിലും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ മത്സരം ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ നടക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഈ ആലത്തൂരിൽ മന്ത്രി K. രാധാകൃഷ്ണൻ അവിടേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് യാത്ര നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഇതുവരെ തോൽക്കാത്ത ഒരു നേതാവാണ് K. രാധാകൃഷ്ണൻ. അപ്പോൾ ആലത്തൂർ CPM-നെ സംബന്ധിച്ചിടത്തോളം ഉറച്ച കോട്ടയായ ഒരു മണ്ഡലമാണ്. മുൻപ് അവിടെ PK ബിജു അടക്കം ജയിച്ചു വന്ന ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് അത് കോൺഗ്രസിലേക്ക് മാറുന്നത്. ആ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പോരാട്ടമാണ്. അതോടൊപ്പം തന്നെ കണ്ണൂരും വടകരയും ഒക്കെ CPM-ന് കൃത്യമായ വേരോട്ടമുള്ള മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ മണ്ഡലങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഈ നേരത്തെ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതുപോലെ തന്നെ TP വധക്കേസ് ഇതിലിപ്പോൾ കുറ്റക്കാരാണ് CPM നേതാക്കൾ. ഇന്നിപ്പോൾ കോടതിയിൽ വന്ന് കീഴടങ്ങിയിട്ടുണ്ട് മുൻ CPM നേതാക്കൾ. അപ്പോൾ ആ ഒരു വിധിയൊക്കെ വന്നതിന് ശേഷം വടകരയിൽ ഒരു ഫൈറ്റ് വരുമ്പോൾ KK ശൈലജ ടീച്ചർ ആണെങ്കിൽ പോലും തീർച്ചയായും ശൈലജ ടീച്ചർ മുഖ്യമന്ത്രിയാകണമെന്ന് വരെ ആഗ്രഹിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അത് വടകരയിലും ഉണ്ടാകുമെങ്കിൽ പോലും മുരളീധരന് വടകരയിൽ എത്രത്തോളം പിടിപാടുണ്ട്, അദ്ദേഹത്തിന് എത്രത്തോളം സ്വാധീനമുണ്ട്, മുൻ വർഷത്തെ P. ജയരാജൻ മത്സരിച്ചപ്പോഴുള്ള ജയം എങ്ങനെയായിരുന്നു ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ KK ശൈലജ വരുമ്പോഴും അവിടെയും അതൊരു അനായാസം ജയിക്കുന്ന ഒരു തരത്തിലേക്കൊന്നും കാര്യങ്ങൾ പോകില്ലല്ലോ. ഏതായാലും ഒരു കടുത്ത മത്സരം ഈ വടകര, അതോടൊപ്പം തന്നെ ആലത്തൂർ, ഈ കണ്ണൂർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ കടുത്ത മത്സരം നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ ആറ്റിങ്ങൽ മുതൽ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ആറ്റിങ്ങൽ മത്സരിക്കാനായിട്ടെത്തുന്നത് വി ജോയിയാണ്. കാരണം CPM-ന്റെ ജില്ലാ സെക്രട്ടറി തന്നെയാണ് വി ജോയി. അതോടൊപ്പം തന്നെ വർക്കല MLA കൂടിയാണ്. അവിടെ കൃത്യമായി അടിത്തറ, കൃത്യമായി ബന്ധങ്ങളുള്ളയാളാണ്. എതിർഭാഗത്ത് ഒരു പക്ഷേ സ്ഥാനാർത്ഥിയായി വരുന്നത് അടൂർ പ്രകാശ് ആണെങ്കിൽ കടുത്ത മത്സരം നടക്കും. ഒരു പക്ഷേ വി മുരളീധരൻ അവിടെ BJP സ്ഥാനാർത്ഥിയായി ഒരു പക്ഷേ വരാനുള്ള സാധ്യതയൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയും കടുത്ത മത്സരം നടക്കാനുള്ള സാധ്യതയുണ്ട്. നേരെ മറിച്ച് കൊല്ലത്തേക്കൊക്കെ വരുമ്പോൾ കൊല്ലത്ത് കൃത്യമായി ഈ കഴിഞ്ഞ 2 തവണയായി NK പ്രേമചന്ദ്രന് കൃത്യമായ സ്വാധീനമുള്ള മണ്ഡലമായി കൊല്ലം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുകേഷ് അവിടെ വരുമ്പോൾ ഒരു മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ് മുകേഷ്. മോശം പറയാൻ യാതൊരു തരത്തിലും കഴിയില്ല. കാരണം കൊല്ലം ജില്ല എന്ന് പറയുന്നത് തന്നെ CPM-ന് കൃത്യമായ വേരോട്ടമുള്ള, കൃത്യമായ സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ്. അവിടെ PC വിഷ്ണുനാഥും CR മഹേഷും ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും ഇടത് അനുകൂല നിയമസഭാ മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് തന്നെ കൊല്ലത്തൊക്കെ തേരോട്ടമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എത്ര സീറ്റുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF നേടിയിട്ടുണ്ടെന്നും പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയപ്പോൾ എന്തായിരുന്നു എന്നുള്ളതും പിന്നീട് വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തിരിച്ചെങ്ങനെ നേടാനായി എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടാണ്. പക്ഷേ രണ്ട് ട്രെൻഡ് ആയിട്ട് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ കൂട്ടി വായിച്ച് നമുക്ക് പറയാൻ പറ്റാത്തതായിരിക്കും. ഒപ്പം തന്നെ സ്റ്റെഫിൻ നോക്കൂ, VP സാനുവിന് മലപ്പുറത്ത് VP സാനു കഴിഞ്ഞ തവണ മത്സരിക്കുന്നു. അപ്പോൾ നമ്മളൊരു പക്ഷേ അന്ന് ഒരു യുവത എന്ന രീതിയിൽ VP സാനുവിനെയായിരുന്നു മുന്നോട്ട് വെച്ചത്. അപ്പോൾ VP സാനു തന്നെ അവിടെ വീണ്ടും മത്സരിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ മലപ്പുറത്ത് വസീഫ് വരികയാണ്. വസീഫ് ആ ഒരു മാറ്റം എങ്ങനെയായിരിക്കും? വസീഫ് മാത്രമാണെന്ന് തോന്നുന്നു ഇതിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നതിൽ ഏറ്റവും ചെറിയ ആൾ അല്ലെങ്കിൽ പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി അല്ലേ? അതെ, ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി പട്ടികയിൽ വസീഫാണ് ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി. മുൻപ് VP സാനുവിന് വലിയ മത്സരം അവിടെ മലപ്പുറം മണ്ഡലത്തിൽ കാഴ്ചവെച്ചു. അതിന് ശേഷം വസീഫ് എത്തുമ്പോൾ എത്രമാത്രം അവിടെ CPM-ന് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നതൊക്കെയാണ് ഏറ്റവും പ്രധാനമായ ചോദ്യം. അതോടൊപ്പം മറ്റു മണ്ഡലങ്ങൾ കൂടി, കാസർഗോഡ് ഇപ്പോൾ UDF-ന്റെ കയ്യിലിരിക്കുന്ന മണ്ഡലമാണ്. അത് എങ്ങനെ തിരിച്ചു പിടിക്കണം? അല്ലെങ്കിൽ കണ്ണൂർ, വടകര തുടങ്ങിയ മണ്ഡലങ്ങളിലൊക്കെ ശക്തമായ മത്സരം നടക്കുമെന്നതിൽ സംശയമില്ല. കോഴിക്കോടടക്കം സ്ഥലങ്ങളിൽ എങ്ങനെ CPM-ന്റെ ഒരു സ്ട്രാറ്റജി ഇനി എന്താണ് എന്നത് സംബന്ധിച്ച് ഒക്കെ ഏറെ വ്യക്തത വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ അക്ഷയ സൂചിപ്പിച്ചതുപോലെ ഈ TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് വടകരയിൽ അത് വീണ്ടും ചർച്ചയാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ അതൊക്കെ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ ബാധിക്കുമെന്നതൊക്കെയാണ് ഏറെ കണ്ട് അറിയേണ്ടത്. അതോടൊപ്പം ഈ മറ്റ് പാർട്ടികളുടെ അത് കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ BJP-യുടെയും സ്ഥാനാർത്ഥികൾ അവരുടെ ആരൊക്കെയാണ് ഓരോ മണ്ഡലങ്ങളിലും വരിക എന്നതുകൂടി അപേക്ഷിച്ച് ഇരിക്കും ഓരോ മണ്ഡലങ്ങളിലെയും മത്സരം എന്നത് നമുക്ക് പറയാം. ഏതായാലും ശക്തമായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് CPM രംഗത്തിറക്കിയിരിക്കുന്നത്. കാരണം മന്ത്രിമാർ, മുൻ മന്ത്രിമാർ, MLA-മാർ, അങ്ങനെ ഏറ്റവും പ്രമുഖരായ നേതാക്കളെ തന്നെ കളത്തിലിറക്കിക്കൊണ്ട് മന്ത്രിമാരുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ യുവതയെ പ്രതിനിധീകരിക്കുന്ന ആൾക്കാരുണ്ട്. താരം എന്ന രീതിയിൽ മുകേഷ് നമുക്ക് MLA ആണെങ്കിൽ പോലും അദ്ദേഹത്തെ നമുക്ക് അങ്ങനെ പറയാം. ആ തരത്തിലുണ്ട്. ഈ മറ്റു മാനദണ്ഡങ്ങളൊന്നും ഇല്ലാതെ നേരത്തെ ശ്രീ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞതുപോലെ മറ്റു മാനദണ്ഡങ്ങളൊന്നും ഇല്ലാതെ CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയാണ്. അതായത് എങ്ങനെയും വിജയിക്കുക എന്ന തരത്തിൽ ലേക്ക് മാറുമ്പോൾ അങ്ങനെ ഒരു മാറ്റം CPM-ലും ഉണ്ടായിരിക്കുന്നു എന്ന് കൂടി നമ്മൾ കരുതേണ്ടതുണ്ടല്ലേ ഈ ഒരു പ്രഖ്യാപനം വരുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു സ്ഥാനാർത്ഥി നിർണയം വരുമ്പോൾ?
പക്ഷേ മുമ്പ് തന്നെ പാർട്ടിയിലെ പ്രധാന നേതാക്കളടക്കം പറഞ്ഞിരുന്നു, അതായത് പ്രധാന നേതാക്കളെ തന്നെ കളത്തിലിറക്കി വിജയസാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളെ ഇറക്കുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ അവിടെയും കൃത്യമായി ഈ യുവാക്കളുണ്ട്, യുവാവെന്ന രീതിയിൽ വസീഫുണ്ട്, അതോടൊപ്പം സ്ത്രീകൾക്ക് 2 സീറ്റ് സ്ത്രീകൾക്ക് വേണ്ടുന്ന പരിഗണന നൽകിയിട്ടുണ്ട്. ഒപ്പം ഓരോ മണ്ഡലവും തിരിച്ചു പിടിക്കുക എന്നത് ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ജയസാധ്യത നോക്കിയാണ് എല്ലാ മണ്ഡലങ്ങളിലും ഇപ്പോൾ സ്ഥാനാർത്ഥികളെ ഇറക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. കാരണം ആറ്റിങ്ങൽ മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ ആറ്റിങ്ങൽ വി ജോയ് വരുന്നു, അതോടൊപ്പം കൊല്ലത്ത് മുകേഷ് വരുന്നു, പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിനെ അവിടെ കൊണ്ടുവരുന്നു. ആദ്യം രാജു അബ്രാമിൻ്റെ പേരൊക്കെ അവിടെ പറഞ്ഞു കേട്ടിരുന്നുവെങ്കിൽ പോലും തോമസ് ഐസക്കിനെ തന്നെ അവിടെ ഇറക്കിക്കൊണ്ട് ഒരു ശക്തമായ മത്സരത്തിന് CPM കളമൊരുക്കുകയാണ്. അതോടൊപ്പം എറണാകുളത്ത് മാത്രമാണ് ഒരു പുതിയ തരത്തിൽ ഒരു സ്ഥാനാർത്ഥി അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതെ, ഒരു പരിചയപ്പെടുത്തൽ ജനങ്ങൾക്ക് ഒരുപക്ഷെ അവിടെ ഉള്ളവർക്ക് കൂടുതൽ സുപരിചിതമായിരിക്കാം എന്നുണ്ടെങ്കിൽ പോലും കേരളത്തിലുടനീളം ഒരു പരിചയപ്പെടുത്തേണ്ട ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് KJ ഷൈൻ മാത്രമായിരിക്കാം. മറ്റ് എല്ലാ സ്ഥാനാർത്ഥികളും പ്രമുഖരായ സ്ഥാനാർത്ഥികളാണ്, CPM-ൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഒക്കെ മുഖങ്ങളായ സ്ഥാനാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായ മത്സരം നടക്കുമെന്നതിൽ യാതൊരു സംശയവും ഇല്ല. ഇനി അറിയേണ്ടത് ഈ ഔദ്യോഗിക പ്രഖ്യാപനം ഈ പോളിറ്റ് ബ്യൂറോയുടെ അംഗീകാരത്തോടു കൂടി 27-ാം തീയതി വരണം. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഈ തുടർന്നുള്ള ഇലക്ഷൻ സ്ട്രാറ്റജി CPM സ്വീകരിക്കുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഇത്രയധികം വലിയ വിവാദങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉള്ള അന്വേഷണം ഒരു വഴിക്ക് നടക്കുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ വിവാദങ്ങളുണ്ട്, ഒരുപാട് വിഷയങ്ങൾ, നമുക്ക് അതിലേക്കൊക്കെ വരാം. എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ പേരുകൾ ആയിട്ടുണ്ട്, സ്ഥാനാർത്ഥികളായിട്ടുണ്ട്. CPM-ന്റെ 15 മണ്ഡലങ്ങളിലേക്കുമുള്ള സ്ഥാനാർത്ഥി നിർണയമായിരിക്കുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം 27-നാണ്. പക്ഷേ ഈ പേരുകൾ തന്നെയാണ് സാധ്യത. പിന്നെ പൊന്നാനിയിൽ ആര് എന്നുള്ളതിൽ സ്വതന്ത്രനാണെന്ന് പറയുന്നു. അത് ആരെന്ന് കൂടിയാണ് നമുക്ക് അറിയേണ്ടത്.